വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വുമൺസ് ഡയറി. വീട് എല്ലാവർക്കും നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കുന്നത് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. എത്ര വലിയ വീടാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് കാര്യം മനസ്സിലായല്ലോ, എപ്പോഴും ഒരു ക്ലീനിങ് റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക. ക്ലീനിങ് റൂട്ടീൻ ഫോളോ ചെയ്യാന്ന് പറയുമ്പം ഒരുപാട് സമയം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കരുത്. ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ ഒരുപാട് മെസ്സൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 10-15 മിനിറ്റിനുള്ളിൽ അതങ്ങ് തീരുകയും ചെയ്തോളൂ. എപ്പോഴും നല്ലത് ഒരുപാട് മെസ്സാവുന്നതിന് മുന്നേ ക്ലീൻ ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്കിതൊരു ഹെക്റ്റിക് ടാസ്ക് ആയിട്ട് തോന്നുകയില്ല. വളരെ ഫ്രീ ആയിട്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. സെക്കൻഡ് വൺ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എത്ര സ്റ്റോറേജ് യൂണിറ്റ്സ് നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും വെച്ചിട്ടില്ലെങ്കിൽ അത് കാണാൻ ആകെപ്പാടെ അലങ്കോലമായിട്ട് കിടക്കും. എന്നെപ്പോലെ സ്റ്റോറേജൊക്കെ കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള സ്റ്റാക്കബിൾ ഓർഗനൈസേഴ്സ് നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയും വാങ്ങിക്കാൻ കിട്ടും. ബാസ്ക്കറ്റുകളും ഷെൽഫുകളും അതുപോലെ ബിന്നുകളൊക്കെ നമ്മുടെ വിഷ്വൽ ക്ലട്ടേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ കാണുന്ന ഓർഗനൈസേഴ്സൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നമുക്ക് കാർഡ്ബോർഡുകളൊക്കെ വെച്ചിട്ട് തന്നെ ഓർഗനൈസേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ കാണുന്ന റെഡ് കളർ ഓർഗനൈസർ ഉണ്ടല്ലോ, അതൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. അതിൻ്റെ മുകളിൽ ഞാൻ തുണി ഒട്ടിച്ച് വെച്ചിട്ടാണ് ഈ ഒരു കളറാക്കി എടുത്തിരിക്കുന്നത്. ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊന്നും തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കുമല്ലോ നമ്മൾ ഏത് സാധനം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നുള്ളത്. ഞാൻ പൊതുവെ വാർഡ്രോബൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റുകളും അതുപോലെ ഇതുപോലെയുള്ള ബാഗുകളും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതുപോലെയുള്ള ബാഗുകളിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യുകയാണ്, നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സ് അവിടെ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്തേക്കണം. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പം തന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിടുക. അതുപോലെ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ പാട് ബെഡൊക്കെ വിരിച്ച് നീറ്റാക്കി ഇടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ജോലിയോട് കൂടെ തന്നെ നമ്മുടെ ക്ലീനിങ്ങും അങ്ങ് നടന്നോളും. ക്ലീനിങ് സമയത്ത് 1 മിനിറ്റ് പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമുക്കില്ലേ. ഷൂ റാക്കിൻ്റെ ഉള്ളിൽ ഷൂ ഒക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതും അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഉപയോഗിച്ചിട്ട് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. ചീപ്പും പെർഫ്യൂംസും ബാൻഡ്സൊക്കെ, അതൊക്കെ അതിൻ്റേതായ സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുഷ്യൻസൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇതിനൊന്നും നമുക്ക് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. വിത്തിൻ സെക്കൻഡ്സ് മതി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട് വളരെ ടൈഡി ആയിട്ട് വയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ക്ലീനിങ് റൂട്ടീൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ, ബൈ.